സ്വാഭാവികമായിട്ടും അത്തരം സംശയങ്ങളുണ്ടാവും. ഈ വിട്ടുനിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് CPIക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവഗണന, അത് വലിയ തരത്തിൽ, ഒട്ടും ചെറുതല്ലാത്ത തരത്തിൽ CPIക്ക് ഇതിനകത്ത് വലിയ അവഗണന CPM-ൽ നിന്ന് നേരിട്ടിട്ടുണ്ട്, LDF-ൽ നിന്നടക്കം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് CPIക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തി, അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു വിഷമം പരിഹരിക്കണമെങ്കിൽ ഇതിനകത്ത് PMC പദ്ധതിയിൽ നിന്ന് ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് CPM പിന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അതിനുമപ്പുറത്തേക്ക് CPIയുടെ നിലപാടുകൾക്ക് കൂടി കുറച്ച് ആർജവുമുണ്ട്. CPI നിലപാടെടുത്താൽ അത് നിലപാടെടുത്തതാണ് എന്നുകൂടി അവർക്ക് കൂടി ബോധ്യപ്പെടുത്തണം. അപ്പോൾ മന്ത്രിസഭയിൽ നിന്നടക്കം ഇത്തരം അവഗണനകൾ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള വഴി. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം അവർ അങ്ങനെ ഒരു തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗത്തെ അറിയിച്ചത്. ആ അറിയിച്ച തീരുമാനത്തിന്, മന്ത്രിമാരുടെ താല്പര്യത്തിന് എത്രമാത്രം അംഗീകാരം, അല്ലെങ്കിൽ അതിനകത്തൊരു ആ ഒരു തീരുമാനത്തിന് അംഗീകാരം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൊടുക്കും എന്നുള്ളത് കൂടി നോക്കി കാണേണ്ടതാണ്. മന്ത്രിമാർ തന്നെ പറഞ്ഞ കാര്യമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കാം എന്നുള്ള കാര്യം. അതിനകത്ത് CPIയുടെ നേതൃത്വം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമ്മൾ വരും മണിക്കൂറിൽ നോക്കിക്കാണേണ്ടതാണ്. അങ്ങനെ എത്ര നാൾ വിട്ടുനിൽക്കും എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അതിനകത്തൊക്കെ ഉത്തരം പറയേണ്ടത് CPIയുടെ നേതൃത്വമാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചോദ്യത്തിനടക്കം മറുപടി പറയുമോ എന്നുകൂടി നമ്മൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. എന്തായാലും CPI ആദ്യഘട്ടത്തിൽ PMC പദ്ധതിയുമായി PMCയിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്, ആ നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അമൃത, ഇങ്ങനെ ഈ കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകില്ലല്ലോ ഷിജോ? സ്വാഭാവികമായിട്ടും പദ്ധതിയിൽ നിന്ന് ഇനിയിപ്പോൾ പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ എത്രമാത്രം വാലിഡ് ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ തന്നെ മുന്നോട്ട് പോകാം. എന്തായാലും ഈ പറയുന്ന തുക 1500 കോടിയോളം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പറയുന്ന PMC പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചത്. അതല്ല എങ്കിൽ പണം കിട്ടില്ല. അപ്പോൾ അത്തരം ഒരു കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ പണം കിട്ടിയ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് ഒപ്പുവെച്ചത്. ആ ഒപ്പുവെച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ പറയേണ്ടത് CPM-ഉം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെയാണ്. അപ്പോൾ CPM നേതൃത്വം ഇതിനകത്ത് ഇനി എന്ത് മറുപടി പറയും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. അത് മോദിയോടുകൂടി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ CPM-ന്റെ വിശദീകരണം ഇതിനകത്ത് എന്താണ്, ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് CPIയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് CPIക്ക് ഇത്തരമൊരു എതിർപ്പുണ്ടായതുകൊണ്ട് അവരെ കേൾക്കാം, അവർക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതാണ്. പക്ഷെ എന്തായാലും ഇതിനകത്ത് നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ CPM ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് CPIയുടെ നിലപാട് എത്രമാത്രം CPM മുഖവിലക്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അതിനകത്ത് CPIയുടെ നിലപാടിന് CPM എന്തെങ്കിലും തരത്തിലുള്ള ഒരു വില കൊടുക്കുന്നുണ്ടോ എങ്കിൽ ഒരു പക്ഷേ ഇതിനകത്ത് നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിനകത്ത് ഒപ്പിട്ട തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPM നേതൃത്വം. എന്തായാലും CPI സംസ്ഥാന സെക്രട്ടറി വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ CPIയുടെ നിലപാട് പറയും. MV ഗോവിന്ദൻ എന്ത് പറയും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. അമൃത, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.